ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയെ സ്കൂട്ടറിടിച്ചിട്ട് നിർത്താതെ പോയ കേസിലെ പ്രതികൾ പിടിയിൽ. ഫോർട്ട് കൊച്ചി സ്വദേശികളായ ഡെസ്മൻ, അലോക് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വയോധികയെ സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോയ കേസിലെ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് സമീപത്ത് അമിത വേഗത്തിൽ കടന്നുവന്ന സ്കൂട്ടർ ഇടിച്ചായിരുന്നു ഭാഗ്യക്കുറി വിൽപ്പനക്കാരിയായ നോർത്ത് പറവൂർ പെരുവാരം സ്വദേശി വസന്ത ബാബുരാജിന് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത്. അമിത വേഗത്തിൽ പാഞ്ഞെടുത്ത സ്കൂട്ടർ ഇവരെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമഗ്രമായ പരിശോധനയിലാണ് ഫോർട്ട് കൊച്ചി സ്വദേശികളായ ഡെസ്മൻ, അലോക് എന്നിവരെ പോലീസ് പിടികൂടിയത്. ഹെൽമറ്റ് പോലും ധരിക്കാതെ അമിത വേഗത്തിലായിരുന്നു പ്രതികൾ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചിരുന്നത്. റോഡിൽ വീണ വയോധികയെ സമീപത്തെ വ്യാപാരികളായ അനീഷ്, ഷഹബാസ്, റിയാസ് എന്നിവർ ചേർന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോട്ടറി വിറ്റു മാത്രം ഉപജീവന മാർഗം പുലർത്തിയിരുന്ന വസന്തയ്ക്ക് 1 മാസത്തോളം വിശ്രമം ആവശ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. വണ്ടി വരണതൊക്കെ നോക്കിയിട്ട് തന്നെ ഞാൻ അപ്പുറത്തോട്ട് കിടന്നത്. പക്ഷെ പെട്ടെന്നാണ് വണ്ടി വന്ന് എന്നെ തട്ടി പോയത്. കൈക്കലോടി കൊണ്ടോ? പൊട്ടുണ്ട്, കുഴ തെറ്റിയിട്ടുണ്ട്, നെറ്റിയില് പൊട്ടിയിട്ടുണ്ട്. പിന്നെ മൊത്തം ശരീരവേദന, നെഞ്ചടിച്ചാണ് വീണത്. അവരുടെ നിസ്സഹമായ അവസ്ഥയിൽ പങ്കുചേർന്ന് സാമൂഹ്യ പ്രവർത്തകനായ മുകേഷ് ജെയിൻ നോർത്ത് പറവൂരിലുള്ള വസന്തയുടെ വീട്ടിലെത്തി 1 മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളും ആശുപത്രി ചെലവിനായി 5000 രൂപയും വയോധികയെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.